സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട് എന്ന് കേട്ടിട്ടില്ലേ? സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്നാണ് ചിന്താവിഷ്ടയായ സീതയിൽ മഹാകവി കുമാരനാശാൻ പാടിയിട്ടുള്ളത്. അത് മമതാ ബാനർജിയുടെ കാര്യത്തിൽ ശരി. അവരുടെ കൂടെ ആകെ വന്നിട്ട് പോയിട്ടും അഭിഷേക് ബാനർജി അതുപോലെ 1-2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർക്ക് പിന്തുണയായിട്ട് മൗവ മൊയ്ത്ര രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ പാർലമെൻറ്റിൽ മെമ്പറായിരുന്നു, ഈ പാർലമെൻറ്റിലും മെമ്പറാണ്. ആൾ തീപ്പൊരി നേതാവാണ്, പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കുന്ന വലിയ പ്രഭാഷകയാണ്. ചോദ്യം ചോദിക്കുന്നതിന് കൈക്കൂലി വാങ്ങി എന്നുണ്ട് മറ്റൊരു ആരോപണത്തെ തുടർന്നവരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷേ അവർ പുല്ലുപോലെ തിരിച്ചു വന്നു. ഇപ്പോൾ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റ് നിരവധി MLA മാരും MP മാരും മമതാ ബാനർജിയുടെ കാലുവാരുന്ന ഈ മുഹൂർത്തത്തിൽ, ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മമതാ ബാനർജിയുടെ പാറ പോലെ ഉറച്ചു വെക്കുന്ന ആരാണ്? അത് നമ്മുടെ മൗവ മൊയ്ത്രയാണ്. അപ്പോൾ ഈ മൊയ്ത്രയെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ കാവൽ മാലാഖമാർ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ ഒരാൾക്ക് ഒരു സഹായം വേണ്ടത്. അപ്പോൾ മമതാ ബാനർജി തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അവർക്ക് പിന്തുണ കൊടുക്കാനായിട്ട് കോൺഗ്രസിൻ്റെ MP മാർ അല്ലെങ്കിൽ MLA മാർ കൂട്ടാക്കിയിട്ടില്ല, CPM കൂട്ടാക്കിയിട്ടില്ല, CPI കൂട്ടാക്കിയിട്ടില്ല, ഫോർവേഡ് ബ്ലോക്ക് കൂട്ടാക്കിയിട്ടില്ല, RSP കൂട്ടാക്കിയിട്ടില്ല. ഇവരാരും ഇല്ലെങ്കിലും ഈ മൗവ മൊയ്ത്ര വിട്ടുവീഴ്ചയില്ലാതെ ആ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഥവാ BJPക്കെതിരായിട്ടുള്ള പോരാട്ടം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, ജില്ലായിട്ട് നടക്കട്ടെ. മൗവ മൊയ്ത്രയും അവരുടെ കരം ഗ്രഹിച്ചിട്ടുള്ള മമതാ ബാനർജിയും ഈ പ്രതിഷേധ സമരത്തിൻ്റെ മുമ്പിൽ പതറാൻ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ. മൗവ മൊയ്ത്ര ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.